ഷേരു കാട്ടുമുത്തപ്പനെ വരുത്തിയ സമയത്ത് മുത്തപ്പന് അപകടം പറ്റി വീണു. അങ്ങനെ ഷേരുവിന് മുത്തപ്പനാവേണ്ടി വന്നു. അതുപോലെ ഞാൻ കാട്ടുമുത്തപ്പനെ പ്രത്യക്ഷപ്പെടുത്തണം. ആ സമയത്ത് കാട്ടുമുത്തപ്പന്, അതായത് ഷേരുവിന് എന്തെങ്കിലും അപകടം പറ്റണം. അതോടെ എനിക്ക് പകരം ചുമതല കിട്ടും. അങ്ങോട്ട് പോകാനും പറ്റും. അയ്യോ ഷേരുവിനെ മറ്റൊരു വഴിയില്ല സൂത്ര. അല്ലെങ്കിൽ ഷേരു എന്നേക്കുമായി കാട്ടുമുത്തപ്പനാകേണ്ടി വരും. അയ്യോ മനുഷ്യൻ, പേടിക്കണ്ട, ഞാൻ സഹായിക്കാൻ വന്നതാ. ഞാൻ മൗഗ്ലി, കാട്ടിലാണ് വളരുന്നത്. കാട്ടിലെ ഭാഷയും അറിയാം. മായാവിയാണ് എന്നെ വിളിച്ചത്. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. എന്തായാലും ഞങ്ങൾ സഹായിക്കാം. മായാവി അപ്പുറത്തുണ്ട്, വിളിച്ചാൽ വരും. നടന്നതെല്ലാം സൂത്രൻ പറഞ്ഞു. ഏതൊരു ചെറിയ പ്രശ്നമല്ല, ഞാൻ മായാവിയെ വിളിക്കാം. കേട്ടത് വെച്ച് ആലോചിച്ചാൽ ലുട്ടാപ്പിയുടെ കുന്തം പിടിച്ചാണ് കാട്ടുമുത്തപ്പൻ വീണത്. അത് വെറുമൊരു കുന്തമല്ല, മാന്ത്രിക ശക്തിയുള്ള പറക്കും കുന്തമാണ്. കാട്ടുമുത്തപ്പൻ്റെ മുറിവ് വെറുമൊരു മുറിവല്ല എന്നർത്ഥം. അതെ, അതുകൊണ്ടാവാം ഒരു പ്രത്യേക തരത്തിൽ ചികിത്സിക്കണമെന്ന് അവർ പറഞ്ഞത്. അതെ, അതുകൊണ്ട് ഷേരുവിനെ വീഴ്ത്തുമ്പോൾ ലുട്ടാപ്പിയുടെ കുന്തം കൊണ്ട് തന്നെ വീഴ്ത്തണം. പക്ഷേ അതെവിടെ കിട്ടും? ലുട്ടാപ്പി അപ്പുറത്തുണ്ട്, പക്ഷെ ചോദിച്ചാൽ കുന്തം തരില്ല. സൂത്രത്തിലെടുക്കണം. അദൃശ്യനായി ചെന്നെടുക്കാം. പക്ഷേ ലുട്ടാപ്പി ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചിരിപ്പാണ്. അപ്പോൾ എന്തു ചെയ്യും? കുറച്ചു നേരം ലുട്ടാപ്പിയുടെ ശ്രദ്ധ തിരിക്കണം. അതിനൊറ്റ വഴിയേ ഉള്ളൂ, ബാലരമ. കുട്ടികൾക്കുള്ള ഒരു രസികൻ പുസ്തകമാണ് ബാലരമ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ലുട്ടാപ്പിക്ക് കൊടുക്കാൻ ഒരു ബാലരമ കൊണ്ടുവരാം. ലുട്ടാപ്പി അത് വായിക്കുന്ന സമയത്ത് ഞാൻ അദൃശ്യനായി ചെന്ന് കുന്തമെടുക്കാം. മൂങ്ങവൈദ്യർ അപ്പോഴേക്കും കാട്ടുമുത്തപ്പനെ വിളിക്കണം. മായാവി പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മൗഗ്ലി. മായാവി പറഞ്ഞതെല്ലാം മൗഗ്ലി മൃഗങ്ങളുടെ ഭാഷയിൽ വിശദീകരിച്ചു. ശരി, പക്ഷേ ഷേരുവിനു നേരെ കുന്തം എറിയുമ്പോൾ സൂക്ഷിച്ചു വേണം. കൂടുതൽ പരുക്കു പറ്റരുത്, തീരെ കുറവുമാകരുത്. അത് ഞാൻ ചെയ്യാം. സൂക്ഷിക്കണേ മൗഗ്ലി. അയ്യടാ ബാലരമ, രാജതുക്ലന്റെ കഥ ആദ്യം വായിക്കാം. അയ്യോ,